ഹലോ, അസ്സലാമു അലൈക്കും. എടാ, നമ്മുടെ +2 പരീക്ഷയിൽ നിർബന്ധമായിക്കൊണ്ടും ഗ്രാമറിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, പറയാൻ പോണത്. മുഷബ്ബഹ് ബിഹി, അതായത് തശ്ബീഹ് വജുഷബ്ബഹ്. ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറബിയിൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തോട് കമ്പയർ ചെയ്യണതിനാണ് അറബിയിൽ എന്ത് പറയുക, പറഞ്ഞൊരു പേരാണ് തശ്ബീഹ്. ഒരു കാര്യത്തെ മറ്റൊരു കാര്യം കമ്പയർ ചെയ്യുന്നത് തശ്ബീഹ് എന്ന് പറയാം. ഓക്കെ, ഈ തശ്ബീഹ് ചെയ്യുമ്പോൾ അതിന് അർക്കാനുകളുണ്ട്. അതിനൊരു 4 പാർട്ടുകളുണ്ട്. അർക്കാനു തശ്ബീഹ് ഉണ്ട്. എത്ര പാർട്ടുണ്ട്? 4 പാർട്ടുണ്ട്. ആ 4 പാർട്ടുകളാണത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് ചോദിക്കില്ല, അർക്കാനു തശ്ബീഹ് വെച്ച് എഴുതാൻ വേണ്ടി ഞാനിത് പറഞ്ഞു തന്നത്. അർക്കാനു തശ്ബീഹ് എന്ത് ചെയ്യണത്? അർക്കാനു തശ്ബീഹ് ആണ് ഈ 4 എണ്ണം. ഓക്കെ, അതിൽ ഒന്നാമത്തത്, അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ ഉദാഹരണത്തിൽ ഒന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിൽ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. അൽ ഇൽമ് വിജ്ഞാനം, അറിവ്, കന്നൂർ പ്രകാശത്തിനെ പോലെയാണ്, ഫിൽ ഹിദായ നേർമാർഗത്തിൻ്റെ വിഷയത്തിൽ, നമുക്ക് വഴി കാണിച്ചു തരുന്ന വിഷയത്തിൽ പ്രകാശത്തിനെ പോലെയാണ് എന്ത്? ഇൽമ്, അറിവ്. അപ്പോൾ അറിവ് എന്നതിനെ പ്രകാശത്തിനോട് കമ്പയർ ചെയ്തു. എന്നിട്ട് അതിനൊരു ക്വാളിറ്റി പറഞ്ഞു. എന്ത് പറഞ്ഞു? അത് നേർമാർഗ്ഗം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യത്തെ അതിൻ്റെ ക്വാളിറ്റി പറയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നിനും കമ്പയർ ചെയ്യും. ഇങ്ങനെ പറയണതിൽ മുഷബ്ബഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്തിനെയാണോ നമ്മൾ കമ്പയർ ചെയ്യണം അതിന് മുഷബ്ബഹ് എന്ന് പറയാം. ക്ലിയർ? എന്തിനോടാണോ കമ്പയർ ചെയ്യണം അതിന് മുഷബ്ബഹ് ബിഹി എന്ന് പറയും. ഓക്കെ, ഇനി കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരം, ഇതെല്ലാം ഇപ്പോഴും നിങ്ങൾക്ക് ഒറ്റ അക്ഷരം പഠിക്കാണ്ടാവുള്ളൂ. ക എന്നുള്ള അക്ഷരമായിരിക്കും ഉണ്ടാവും. ക എന്നിവിടെ ഉണ്ടാവും. ക എന്നുള്ള അക്ഷരമായിരിക്കും. എന്നിട്ടോ വജു ഷബഹ് എന്ന് പറഞ്ഞാൽ ആ കമ്പയർ ചെയ്ത് പറഞ്ഞ വിഷയം എന്താ, ആ ക്വാളിറ്റി, എന്ത് ക്വാളിറ്റിയാണ് കമ്പയർ ചെയ്ത് പറഞ്ഞത്, അതിനാണ് എന്ത് പറയുക? വിഷയത്തിനാണ് എന്ത് പറയുക? വിഷയത്തിനാണ് വജു ഷബഹ് എന്ന് പറയാം. 4 മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഈ 4 ഹെഡിങ് പഠിച്ചു നോക്കണം. എന്തിനാണെന്നറിയോ? ചിലപ്പോൾ ഇത് കൊടുക്കും, ഇത് കൊടുക്കില്ല, ഇത് കൊടുക്കും, കാരണം ഇത് കൊടുക്കാതിരുന്നാൽ ഇതാ നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ അർക്കാനു തശ്ബീഹ് എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണമാണ്. ഇനി മീനിങ് അറിയാത്തൊരു കുട്ടിക്ക് ഇതെങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫിക്സഡ് ആയിരിക്കും. എന്ത്? അതാത് തശ്ബീഹ് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്ഷരം അത് സെയിമാണ്. അത് എല്ലാത്തിലും നിങ്ങൾക്ക് ക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ക എന്നുള്ള ഇവിടെ എഴുതി. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ക മാർക്ക് ചെയ്യാം. ക മാർക്ക് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യണമെന്നല്ലോ, ഈ ക്യാഫില്ലേ, ഈ ക്യാഫിൻ്റെ മുമ്പുള്ളതായിരിക്കും എപ്പോഴും മുഷബ്ബഹ്. അപ്പോൾ അൽ മുദരിസ് എന്നുള്ളതാണ് ഇവിടെ മുഷബ്ബഹ്. മീനിങ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടെത്താം. ഓക്കെ, ക്ലിയർ? ഇതിനോട് ചേർന്ന് വരുന്നതായിരിക്കും എന്ത്? മുഷബ്ബഹ് ബിഹി. അപ്പോൾ എന്താ വരിക? അൽ വാലിദ് എന്നുള്ളതായിരിക്കും എന്ത്? ഇതിൽ മുഷബ്ബഹ് ബിഹി. ഇനി എപ്പോഴും ഏറ്റവും ലാസ്റ്റ് വരുന്ന സാധനമായിരിക്കും എന്ത്? വജു ഷബഹ്. ഉണ്ടാവും. അൽ മഹബ്ബത്ത് വജു ഷബഹ് ഇവിടെ വന്നു. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മുഷബ്ബഹ് ബി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി ചെയ്താൻ പറ്റും. ഇനി ഇത് മറ്റൊരു ചോദ്യം വരാൻ സാധ്യത, ഇതുള്ള ഈ അർക്കാനു തശ്ബീഹ് ഉള്ള സെൻറ്റൻസ്. അപ്പോൾ നിങ്ങൾ 2 സെൻറ്റൻസ് പഠിച്ചു പോയാൽ മതി. സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞാൽ ആണ്ട് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദ്യം വരും, ആൻസർ ചെയ്യുക, 4 മാർക്ക് കിട്ടും. അസ്സലാമു അലൈക്കും.